വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 60 ഡിഗ്രി 50 ഡിഗ്രി ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ഡിഗ്രി മെഷർ നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നത്. ഇപ്പോൾ 60 ഡിഗ്രി അതേപോലെ ആംഗിൾ മെഷർ ചെയ്യുന്നതാണ് റേഡിയൻ മെഷർ. ഈ വർഷം നിങ്ങൾ പഠിക്കുന്നതാണ്. റേഡിയൻ മെഷർ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ സബ്ടെൻഡ് ബൈ ആൻ ആർക്ക്, ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ഇൻ എ യൂണിറ്റ് സർക്കിൾ. നമുക്കറിയാം, ഒരു ആർക്ക് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആർക്കിൻ്റെ എൻഡ് പോയിൻ്റ് നേരെ ഇവിടെ ജോയിൻ ചെയ്യണം, സെൻറ്ററിൽ ജോയിൻ ചെയ്യണം. ഇവിടെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കണം, ആർക്ക് ലെങ്ത് ആ സെയിം യൂണിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ആംഗിളിന് എന്ത് പറയാം? ആംഗിൾ എ ഒ ബി എന്ത് പറയാം? 1 റേഡിയൻ. 1 ഇങ്ങനെയും പറയാം, 1 സി. മുകളിങ്ങനെ സി പോലെ ഇട്ട്. പിന്നെ ആംഗിൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എക്സ് ആക്സ് വൈ ആക്സ് നമുക്കറിയാമല്ലോ. ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ തിരിഞ്ഞ് വരും. ഇങ്ങനെയാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഇത് പോസിറ്റീവാണ്. ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. Relation between degree measure and radian measure. Relation between degree measure and radian measure. നമുക്കറിയാം, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? ഫുൾ സർക്കിൾ 360 ഡിഗ്രി. അത് 2π റേഡിയനോട് ഈക്വലാണ്. R1 ആണെങ്കിൽ സർക്കംഫറൻസ് എത്ര വരും? 2π × 1 2π. അതാണ് 2π റേഡിയൻ വരാൻ കാരണം. 2π റേഡിയൻ ഏതിനോട് ഈക്വലാണ്? 360 ഡിഗ്രി. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മൾ ഈ വർഷം നിങ്ങളിപ്പോൾ സൈൻ 60 ഡിഗ്രി അതിന് പകരം π/3 എല്ലാം പൈയിലായിരിക്കും പറയുന്നത്. അവിടെ പൈ എന്ന് കാണുമ്പോഴേ ഓർക്കണം 180 ഡിഗ്രി. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി വരും? 180/π ഡിഗ്രി. റേഡിയൻ തന്നിട്ട് ഡിഗ്രിയിലോട്ടോ അല്ലെങ്കിൽ ഡിഗ്രി തന്നിട്ട് റേഡിയനിലോട്ടോ കൺവേർഷൻ വരാം. അത് 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ റേഡിയനിൽ തന്നിട്ട് നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180/π. ഇനി അതല്ല 1 ഡിഗ്രി ആണെങ്കിലോ π/180 റേഡിയൻ. ഡിഗ്രി തന്നിട്ട് തിരിച്ച് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പൈ ന്യൂമറേറ്ററിൽ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ പൈയിൽ കിട്ടും. പൈ എവിടെ ആയിരിക്കണം? ന്യൂമറേറ്ററിൽ. അങ്ങനെ ഓർക്കുക. നമുക്കിതിനൊരു എക്സാമ്പിളും കൂടെ നോക്കാം. $60 ഡിഗ്രി കൺവേർട്ട് ഇൻറ്റു റേഡിയൻ മെഷർ. 60 ഇൻറ്റു നമ്മൾ പൈ എവിടെ വരണം? ന്യൂമറേറ്റർ. π/180 ഒക്കെ കട്ട് ചെയ്യുന്ന മാക്സിമം കട്ട് ചെയ്യുക. π/3 റേഡിയൻ. എന്നൊക്കെ തിരിച്ച് നിങ്ങളുടെ ബുക്കിലൊരു എക്സാമ്പിളുണ്ട്. കൺവേർട്ട് 6 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷർ. 6 റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? 6 ഇൻറ്റു 180/π. ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ പൈക്ക് 22/7 കൊടുക്കുക. /7 എന്ന് പറയുമ്പോൾ 7 എവിടെ പോവും? ന്യൂമറേറ്ററിൽ പോവും. 3. CBSE കുട്ടികൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. 540 × 7
by 11. 3780 by 11. നമുക്ക് 3780 by 11. 3 നമുക്കിവിടെ റിമൈൻഡർ 7 വന്നു. ഈ കിട്ടിയ കോഷ്യൻ്റ് ആദ്യം നിങ്ങൾ ഡിഗ്രി ആയിട്ട് എഴുതുക. ഡിഗ്രിയുടെ സ്മോളർ യൂണിറ്റാണ് മിനിറ്റ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, ഒരു വര ഇട്ടാൽ മതി. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്, സെക്കൻഡിന് 2 വര. നമുക്കിതിൻ്റെ സ്മോളർ യൂണിറ്റ് ആക്കുമ്പോൾ ഇവിടെ ബാലൻസ് റിമൈൻഡർ എത്ര കിട്ടി? 7. 7 × 60 420 മിനിറ്റ്. എഗെയിൻ ഡിവൈഡിങ് ബൈ ദിസ് ഡിനോമിനേറ്റർ 11. ഈ കിട്ടിയ കോഷ്യൻ്റ് എന്താണ്? മിനിറ്റ്. 38 മിനിറ്റ്. ഇവിടെ നോക്കി 2 റിമൈൻഡർ വന്നു. ഇനി 2 × 60 അപ്പോൾ എത്ര കിട്ടും? 120 സെക്കൻഡ്സ്. ടെൻ പോയിൻറ്റ് 9 നമുക്ക് റൗണ്ട് ചെയ്ത് 11 സെക്കൻഡ്സ് അപ്രോക്സ് എന്ന് എഴുതാം. കംപ്ലീറ്റ് പോയിരുന്നെങ്കിൽ അപ്രോക്സ് വേണ്ട. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ത്രീ പൈ ബൈ 4 റേഡിയൻ. 3π/4 ഇൻറ്റു നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180/π. ഇവിടെ പൈ ക്യാൻസൽ ആവും. 4ഉം 180ഉം കട്ട് ചെയ്യുമ്പോൾ 45. 135 ഡിഗ്രി. നിങ്ങൾക്ക് കൺവേർഷൻ ക്ലിയർ ആയല്ലോ. നമുക്ക് ആർക്ക് ലെങ്ത് എങ്ങനെ കാണാൻ നോക്കാം. ആർക്ക് ലെങ്ത് ഈ ആർക്കിൻ്റെ ലെങ്ത്, ഇത് റേഡിയസ്, ഇത് തീറ്റ. ഈ സെൻട്രൽ ആംഗിൾ ഇപ്പോൾ തീറ്റയിലാണ് തരുന്നതെങ്കിൽ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആർക്ക് ലെങ്ത് കാണാൻ. വേർ തീറ്റ ഈസ് ഇൻ റേഡിയൻ മെഷർ. ഡിഗ്രിയിലാണ് തരുന്നതെങ്കിൽ കൺവേർട്ട് ഇൻറ്റു റേഡിയൻ മെഷർ, അതിന് ശേഷം ആർക്ക് ലെങ്ത് കാണും. ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ, ലെങ്ത് ഓഫ് ദ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ കോഡ് 20, ഡയമീറ്റർ 40 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, റേഡിയസ് 20. മൈനർ ആർക്കിൻ്റെ ലെങ്ത് ഇതായിട്ട്. അപ്പോൾ ഇവിടെ ഇത് 3 ഈക്വൽ ആകുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആവും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിൾ തീറ്റ 180/3 60 ഡിഗ്രി. റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. 60 × π/180. പൈ ന്യൂമറേറ്റർ, π/3. L ഈസ് ഈക്വൽ ടു r തീറ്റ 20 × π/3. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് പൈക്ക് വാല്യൂ തന്നിട്ടില്ല. 3.14 അല്ലെങ്കിൽ 22/7 തരുന്നെങ്കിൽ നിങ്ങൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. ഒന്നും തരാത്തത് കൊണ്ട് നമ്മൾ റേഡിയസിൻ്റെ എന്താണോ യൂണിറ്റ് ആ യൂണിറ്റ് ചേർത്ത് എഴുതുക. ഇവിടെ റേഡിയസ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്തെഴുതാം? 20π/3 സെൻറ്റിമീറ്റർ.
പൈ 3.14 തന്ന ആ വാല്യൂ കൊടുക്കുക. 22/7 ആണെങ്കിൽ ആ വാല്യൂ കൊടുക്കുക. അതുപോലെ മിനിറ്റ് ഹാൻഡിൻ്റെ നമുക്കൊരു ഡിഗ്രി മിനിറ്റും കൂടെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. 40 ഡിഗ്രി 20 മിനിറ്റ്. നമ്മൾ ഇതിനെ എങ്ങനെ റേഡിയൻ മെഷർ ആക്കാൻ നോക്കാം. 40 + 1 ഡിഗ്രി 60 മിനിറ്റാണ്. ഈ 20 മിനിറ്റിനെ നമുക്ക് ഡിഗ്രിയിലോട്ടാക്കണേ എന്ത് ചെയ്യണം? 20/60 ഹോൾ ഡിഗ്രി കൊടുക്കുക. 20/60 1/3. ഇതിനെ ഇംപ്രോപ്പർ ആക്കണം. 40 × 3 120 + 1 121/3 ഡിഗ്രി. നമുക്കിങ്ങനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒന്നും കട്ടാകത്തില്ല അല്ലേ? 121/540 π റേഡിയൻ. നമുക്ക് മിനിറ്റ് ഹാൻഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. The minute hand of a watch is 1.5 centimeter. ഒരു ക്വസ്റ്റ്യൻ. The minute hand. (1.5 centimeter) long. How far does the tip move in? minutes. പൈ 3.14 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ക്ലോക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്ലോക്ക് 12 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് 12 ആ മിനിറ്റ് ഹാൻഡ് 12 എത്തുമ്പോൾ എത്ര മിനിറ്റാണ് മൂവ് ചെയ്യുന്നത്? 60 മിനിറ്റ് അല്ലേ? ആംഗിൾ ടേൺഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 1 മിനിറ്റ് എത്ര വരും? 6 ഡിഗ്രി വരും. 60 മിനിറ്റിലേക്കാണ് മിനിറ്റ് ഹാൻഡ് എത്ര മൂവ് ചെയ്യുന്നത്? 360 ഡിഗ്രി. ഇൻ 1 മിനിറ്റ് ആംഗിൾ എത്ര വരും? തീറ്റ 360/60 6 ഡിഗ്രി. അപ്പോൾ ആ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ എത്ര ഡിഗ്രി പോവും? 6 ഡിഗ്രി. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ അവിടെ 40 മിനിറ്റ്സ്, ചിലപ്പോൾ 10 മിനിറ്റ്സ് എത്രയാണോ ചോദിക്കുന്നത് അതിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തീറ്റ നമുക്ക് എത്ര കിട്ടുക? മിനിറ്റ് ഹാൻഡ് എത്ര മൂവ് ചെയ്തു? 40 മിനിറ്റ്സ് ആണ്. 240 ഡിഗ്രി. ഇതിനെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. 240 × π/180 4/3 π. ആർക്ക് ലെങ്ത് ആർ തീറ്റ. അപ്പോൾ ആ മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്താണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. 1.5 × 4/3 × π 3.14 യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 3 1.5 കട്ട് ചെയ്യാമല്ലോ. 0.5 × 4 × 3.14 4 × 0.5 2 6.28. ഇവിടെ സെൻറ്റിമീറ്ററാണ് യൂണിറ്റ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. വലിയ ലെങ്തി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാൻ പാടും. ടൈം കിട്ടണ്ടേ? എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.